ഭാരതിരാജ സാർ എൻ്റെ ഗുരുവാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു ഭാരതിരാജ സാർ ആൻഡ് ബാലു മഹേന്ദ്ര സാർ എന്ന് പറയാം. രണ്ടുപേരും എൻ്റെ ഗുരുസാണ്. എൻ്റെ ഡെബ്യൂ ഫിലിം ഭാരതിരാജ സാറിൻ്റെ ആയിരുന്നു. തൊട്ടടുത്ത ഫിലിം ബാലു മഹേന്ദ്ര സാറിൻ്റെ ആയിരുന്നു. സോ 2 ലെജൻഡ്സ് ഓഫ് ദി ഇൻഡസ്ട്രി. വേറെ വാട്ട് എൽസ് ഡസ് ഒരു ഡെബ്യൂന്ന് വേറെ എന്ത് വേണം, ഡെബ്യൂ ആക്ടറിന്. ഭാരതിരാജ സാറിൻ്റെ ഒരു നല്ല ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ലീവ് അസൈഡ് ദറ്റ് പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കും വാട്ട് എവർ ഓൺ ദ സെറ്റ്, പക്ഷേ അതെല്ലാം ഓൺ ദ സെറ്റാണ്. ആൻഡ് ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ അഭിനയം എങ്ങനെയാണെന്ന് ഭാരതിരാജ സാറാണ് പഠിപ്പിച്ചു കൊടുത്തത്. ബിക്കോസ് ഞാൻ ആസ് ഐ സെഡ് ഞാൻ മോഡലിങ്ങിൻ്റെ ഇതായിരുന്നു. സോ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ എൻഡോർസ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ആഡ് ചെയ്യുമ്പോൾ അത് 30 സെക്കൻഡ് ആയിരിക്കും, 1 മിനിറ്റ് ആയിരിക്കും ആഡ് ദ ഡ്യൂറേഷൻ. അപ്പോൾ അതിന് ഓബ്വിയസ്ലി എല്ലാം വളരെ സന്തോഷമായിരിക്കണം. ഇല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിന് ഒരു ദുഃഖം അങ്ങനെ വന്നിട്ട് പിന്നെ ഒരു സന്തോഷമാണ്. ബിക്കോസ് ഓബ്വിയസ്ലി ആഡിൻ്റെ ദി ഹോൾ തിങ് അബൌട്ട് ദി ആഡ് ഇസ് പ്രോഡക്റ്റ്. വി ആർ സെല്ലിങ് ദ പ്രോഡക്റ്റ്. സോ ഓബ്വിയസ്ലി യെസ്, സോ വി ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് അല്ലേ. പക്ഷേ മൂവി അങ്ങനെയല്ല, അത് ഒത്തിരി ഇമോഷൻസ് ഉണ്ട്. സോ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഭാരതിരാജ സാറാണ്. ഹീറോയിൻ്റെ എക്സ്പ്രഷൻ മാത്രമല്ല, ഹീറോയുടെ എക്സ്പ്രഷൻ എങ്ങനെ ചെയ്യണം, മിക്ക ക്യാരക്ടർ ആർട്ടിസ്റ്റിൻ്റെ എക്സ്പ്രഷൻസ് എന്താണ്, അതൊക്കെ ഭാരതിരാജ സാർ പിൻ പോയിൻ്റ് ആയിട്ട് എല്ലാവരുടെ എക്സ്പ്രഷൻസും ഭാരതിരാജ സാർ പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്, പ്രിയ ഇങ്ങനെ ചെയ്യണം, ഷൈ ഫീലിംഗ് വന്നാൽ ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പറയണം എന്നൊക്കെ ഭാരതിരാജ സാറാണ് എനിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ബാലു മഹേന്ദ്ര സാർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഒരു ഫ്രീ തിങ്കിങ് ആയിരുന്നു. സെറ്റ് പോയിട്ട് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ബാലു സാർ വിളിച്ചിട്ട് ഇങ്ങനെ എന്നെയും ധനുഷും വിളിച്ചിട്ട് ഇങ്ങനെ പറയും ഇതാണ് സീൻ, പിന്നെ വായിക്കും സീൻ ഫുള്ളായിട്ട്. സോ വി ആർ ഇൻ ദ മൂഡ്. ഒരു സാഡ് മൂഡാണോ, ഒരു ജോളി മൂഡാണോ, ഒരു നോട്ടി മൂഡാണോ, ഒരു റൊമാൻറ്റിക് മൂഡാണോ, വാട്ട് എവർ ദ സീൻ ഇസ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹീൽ മെൻ്റലി പ്രിപ്പയർ ചെയ്യും. സോ വി നോ വാട്ട് ഇസ് കമ്മിങ്, വി നോ ഇതാണ് സീൻ. സോ വീൽ ജസ്റ്റ് സെറ്റ് ഇൻ ടു ദ മൂഡ് ആൻഡ് ഹീൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്ന് പറയും, അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മുടെ തിങ്കിങ് ആണോ ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ആയിരിക്കില്ലേ, ഇങ്ങനെ ചെയ്യാം. പുള്ളി തന്നെ ഡയറക്ടർ ആൻഡ് ക്യാമറമാൻ ആയിരുന്നു. സോ ആൻഡ് എല്ലാം നാച്ചുറൽ ലൈറ്റുമായിരുന്നു. സോ ഇറ്റ് വാസ് another പ്ലസ് പോയിന്റ് എന്ന് പറയാം. സോ ആസ് എ സെറ്റ് ഫ്രീ തിങ്കിങ്. സോ നമുക്കൊരു ഇങ്ങനെ ചെയ്യാലോ, ഈ സീനിൽ ഇങ്ങനെ ചെയ്യാലോ, ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ഇരിക്കാം എന്ന് നമുക്കൊരു തിങ്കിങ് വരും. സോ ഇറ്റ് ഈസ് ഓൾ താങ്ക്സ് ടു ഭാരതിരാജ സാർ, ബാലു മഹേന്ദ്ര സാർ എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇത് ഇമ്പോർട്ടൻ്റ് അല്ല ഏത് ഡയറക്ടർ ആയെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഭാരതിരാജ സാറോ മണിരത്നമോ രാം ഗോപാൽ വർമ്മ ഓർ എനിബഡി, ഇവിടെ വിനയൻ സാറോ രഞ്ജിത്ത് സാറോ ആരെങ്കിലും, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഓർ ഈവൻ ഇഫ് ഒരു പുതു ഡയറക്ടറാണ്, ഒരു ഡെബ്യൂ ഡയറക്ടറാണ്, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ അനിൽ ദാസ്, ഇപ്പോൾ എന്താണ് പുള്ളിയുടെ വിഷൻ എന്താണെന്ന് നമുക്ക് ഒന്നറിയാൻ പറ്റും. ഇപ്പോൾ ഇതാണ് സീൻ, ഇതാണ്, സോ എനിക്ക് ഇങ്ങനെ വേണം, അപ്പോൾ സീന് വായിക്കും, അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും. ഓക്കെ ശരി, ഇതാണ് പുള്ളിയുടെ ഐഡിയ, ഇതാണ്. പക്ഷേ ഒരു നല്ല ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഐ എം ഹാപ്പി ദാറ്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് ദേ ആർ ഓപ്പൺ ടു സജഷൻസ്. അപ്പോൾ സാർ ഇങ്ങനെ ചെയ്യാമോ, ഇത് എനിക്ക് തോന്നിയത് ഇങ്ങനെ. ഒബ്വിയസ്ലി ബിക്കോസ് നമ്മളിപ്പോൾ ഈ സീൻ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്നും കൺവിൻസിങ് ആക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സോ പുള്ളി വന്നിട്ട് ശരി എനിക്കിത് വേണമെന്ന് പറയും, പക്ഷേ അതിൻ്റെ ഇന്നും കുറച്ചുകൂടെ കൺവിൻസിങ് ആക്കുന്നത് നമ്മുടെ ജോബാണ്. സോ ക്യാൻ വി ഡൂ ദിസ്, ഇങ്ങനെ ചെയ്യാമോ, ഇന്ന് കുറച്ചുകൂടെ ഒരു റിയൽ ഫീലിംഗ് ഇരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് there are some directors who are open to suggestions. ഇല്ലെങ്കിൽ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് who say ഇല്ല എനിക്കിത് ഇത്ര ചെയ്താൽ മതി, എനിക്ക് ഇത് വേണം, ഇതാണെന്ന്. സോ രണ്ടും ഐ തിങ്ക് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. നോട്ട് റിയലി, ആക്ച്വലി പരുത്തിവീരൻ വന്നിട്ട് എനിക്കൊരു സെക്കൻഡ് ഇന്നിങ്സ് പോലെ ആയിരുന്നു തീർച്ചയായിട്ടും. ബിക്കോസ് ഭാരതിരാജ സർ ആൻഡ് ബാലു സാറോട് ഫിലിം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസ് ആവാൻ ഓൾമോസ്റ്റ് 1 year ആയി. സ്റ്റാർട്ട് ചെയ്തിട്ട് റിലീസ് ആവാൻ 1.5 years ആയി. സോ ആ ടൈമിൽ ഒത്തിരി ഓഫേഴ്സും വന്നില്ലായിരുന്നു. ബിക്കോസ് റിലീസ് ആവുന്ന ടൈം അത്ര ഗ്യാപ്പ് വന്നല്ലേ. സോ ബിക്കോസ് അതാണ് ഞാൻ വിചാരിച്ചു ശരി എന്താ മേ ബി എനിക്കും ഇൻഡസ്ട്രിയും അങ്ങനെ വി നോട്ട് റിലേറ്റഡ് എന്നാണ് ഞാൻ വിചാരിച്ചു. ശരി വിട്ട് വേറെ പ്ലാൻ ബി പോവാം എന്നാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ ഐ തിങ്ക് ഗോഡ് ഹാഡ് സംതിങ് എൽസ് ഇൻ മൈൻഡ് എന്ന് പറയാം. അങ്ങനെ പരുത്തിവീരൻ വന്നു ആൻഡ് റെസ്റ്റ് ആസ് ദി സേസ് ഹിസ്റ്ററി. അത് ഞാൻ പിന്മാറില്ല. എനിക്ക് ഓഫേഴ്സ് ശരിക്കും ഓണസ്റ്റ്ലി ഇപ്പോൾ നാഷണൽ അവാർഡ് വന്നു കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് നോട്ട് നെസസറി ദറ്റ് അങ്ങനത്തെ പോലെ റോൾസ് മാത്രം ചെയ്യണമെന്നൊന്നുമില്ല. വിച്ച് ഇസ് വൈ ഞാൻ കോൺഷ്യസ് ഡിസിഷൻ എടുത്തിട്ടാണ് ഞാൻ മലക്കോട്ടയോ വാട്ട് എവർ തെലുങ്കിൽ മോഡേൺ ക്യാരക്ടേഴ്സ്, നോർമൽ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ ഗേൾസും മോഡേൺ നന്നായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ദേ ലുക്കിംഗ് ഗുഡ് ഓൺ സ്ക്രീൻ. അപ്പോൾ അങ്ങനെ എനിക്കും ചെയ്യാൻ പറ്റും എന്നാണ്
ദാറ്റ് വാസ് മൈ ഡിസിഷൻ. സോ അതിന് വേണ്ടിയാണ് ഞാൻ ഒത്തിരി മോഡേൺ റോൾസ് ചെയ്തു ആൻഡ് അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ഓക്കെ നൗ ഇപ്പോൾ ബാലൻസ് ഉണ്ട്. പക്ഷേ യു ക്യാൻ സേ ദാറ്റ് എൻ്റെ ഡിസിഷൻ അല്ലായിരുന്നു. എനിക്ക് ഇന്നും ഇപ്പോൾ ചോദിച്ചാൽ ഐ സ്റ്റിൽ വോണ്ട് ടു വർക്ക് ഇൻ ബിഗ് ഫിലിംസ്. ഐ മീൻ ബിഗ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ ബിഗ് ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ ഐ സ്റ്റിൽ വോണ്ട് ടു വർക്ക് വിത്ത് ബിഗ് ഹീറോസ് എന്ന് പറയാം. അപ്പോൾ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. എന്തിനാ എനിക്ക് ചാൻസ് വന്നില്ല എന്ന് അതിൻ്റെ ആൻസർ വന്നിട്ട് ഐ തിങ്ക് ഇറ്റ് ഓൾ പ്രോബ്ലി ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സും ചോദിക്കണം. ഐ ഡോണ്ട് നോ എന്താണെന്ന്, വാട്ട് ഇസ് ദി ആൻസർ എനിക്കറിയില്ല. ഒബ്വിയസ്ലി എനിക്ക് ആസ് ഐ സെഡ് എൻ്റെ വെരി ഫസ്റ്റ് ഓഡിഷൻ ഫാസിൽ സാറിൻ്റെ പടമായിരുന്നു വിത്ത് ഫഹദ്. പക്ഷേ അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഫഹദിൻ്റെ ഇൻട്രൊഡക്ഷൻ ഫിലിമായിരുന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് മലയാളം ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കുറിച്ചല്ല, ആൻഡ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഞാനും ഒരു മലയാളിയാണെന്ന് അങ്ങനെയല്ല. പക്ഷേ എവർ സിൻസ് ഞാനിപ്പോൾ താമസിക്കുന്ന ബാംഗ്ലൂരിലാണ്. ഐ ഹവ് ഓൾവേസ് ബീൻ ദേ. പക്ഷേ ഇപ്പോൾ ഫിലിംസൊക്കെ ഞാൻ ടി വിയിൽ കാണും, മലയാളം ഫിലിംസ്. അപ്പോൾ ഞാൻ മാത്രമല്ല, അച്ഛൻ അമ്മ എല്ലാവരും കാണും. സോ വി ആർ ഒബ്വിയസ്ലി മലയാളം റൂട്ട്സ് ടച്ചിലുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വീവ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഇറ്റ് ഓഫ് ബിക്കോസ് ബാംഗ്ലൂരിലാണെന്ന് പറഞ്ഞിട്ട് വീവ് നോട്ട് ലെഫ്റ്റ് ഇറ്റ് ഓഫ്. ഇപ്പോൾ ടൈം കിട്ടുമ്പോൾ പാലക്കാട്ടൊക്കെ വന്നിട്ട് വിൽ കം ടു ദ ടെമ്പിൾ ഓർ വാട്ട് എവർ. പക്ഷേ മലയാളം ഈസ് വൺ ഇൻഡസ്ട്രി വെയർ ഒറിജിനാലിറ്റി ഇവിടെ മാത്രമാണ്. ഞാൻ വേറെ ഏത് ഇൻഡസ്ട്രിയിലും ഞാൻ കണ്ടിട്ടില്ല. ഒറിജിനൽ സ്ക്രിപ്റ്റ്സ് ആയിരിക്കട്ടെ, ഒറിജിനൽ ലൊക്കേഷൻസ് ആയിരിക്കട്ടെ, ഒറിജിനൽ ഐഡിയാസ് ആയിരിക്കട്ടെ, എല്ലാം മലയാളമാണ്. ആൻഡ് മിക്ക ഇൻഡസ്ട്രീസ് ഇപ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, വാട്ട് എവർ, ഇപ്പോൾ എല്ലാം ഓഫ് ലേറ്റ് ദേ ഹവ് സ്റ്റാർട്ടഡ് കമ്മിങ് അപ്പ് വിത്ത് കുറച്ച് ഒറിജിനൽ ഐഡിയാസ് ആണ്, കുറച്ച് റീമേക്സ് ആണ് മലയാളത്തിൽ. ആൻഡ് ടെക്നീഷ്യൻസും കണ്ട ഹാഫ് ഓഫ് ദം ആർ മലയാളീസ്. ഇപ്പോൾ സാബു സീരിയലായിരിക്കട്ടെ, എവ്രിബഡി ദേ ആർ ഡൂയിങ് വെരി വെൽ. അപ്പോൾ ഞാൻ ആക്ച്വലി പരുത്തി വീരൻ ചെയ്യുന്ന മുമ്പ് ഐ തിങ്ക് ബാലു സാറിൻ്റെ ഫിലിം കഴിഞ്ഞിട്ട് വിലിയൻ സാർ എന്നെ ആക്ച്വലി വെള്ളി നക്ഷത്രത്തിന് വേണ്ടി വിളിച്ചു. പക്ഷേ ചെയ്യാൻ പറ്റില്ലായിരുന്നു ബിക്കോസ് ഐ ഹാഡ് സം അതർ മൂവി. ഐ തിങ്ക് തെലുങ്ക് ഉണ്ടായിരുന്നു, തമിഴ് ഉണ്ടായിരുന്നു, ഐ ഡോണ്ട് നോ വാട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഫിലിം ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട് സത്യം, അതിൽ പ്രിയ വരണം എന്ന് പറഞ്ഞു. പിന്നെ വിനയൻ സാർ ഒക്കെ എനിക്കറിയില്ലായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഡയറക്ടർ എങ്ങനെയാണെന്ന്. പിന്നെ അമ്മയടുത്ത് പറഞ്ഞു, ഐ മീൻ ഫാമിലി അടുത്ത് ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ശരി ഓക്കെ ചെയ്യാം. ആൻഡ് പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഓക്കെ ശരി ചെയ്യാമല്ലോ, ഇറ്റ്സ് നോ പ്രോബ്ലം. ഐ മീൻ ഒരു മലയാളം ഫിലിം അറ്റ്ലീസ്റ്റ് നമ്മുടെ അങ്ങനെ അറ്റ്ലീസ്റ്റ് മലയാളം റൂട്ട്സ് ടച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഐ സെഡ് ഓക്കെ ഇറ്റ് വിൽ ബി ഒരു നൈസ് ഡെബ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡെബ്യൂ എന്ന് പറയാം.